8:15 ചേട്ടന് ഫുഡൊക്കെ കൊണ്ടുപോകണം. ഞാൻ എഴുന്നേറ്റതാണെങ്കിലോ 6:15. 1 മണിക്കൂർ കൊണ്ട് എന്റെ പണിയൊക്കെ തീരുമെന്നുള്ള കൺഫ്യൂഷനിലാണ് എഴുന്നേറ്റ് പോകുന്നത്. തന്നെ മീനൊന്നും കിട്ടാഞ്ഞുകൊണ്ട് തന്നെ മീൻകറി ഒന്നും വെച്ച് വെക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇതേ പയറുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള പയറൊക്കെയാണ് കഴുകി ഞാൻ അതേ കുക്കറിലോട്ട് ഇട്ട് വെക്കുന്നത് കേട്ടാ. തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെയാണ് ഞാൻ ആ റാക്കിൽ നിന്ന് എടുത്ത് കബോർഡിനകത്തോട്ട് വെച്ചത്. ഞാൻ തേങ്ങയാണ് എടുക്കണത്. തേങ്ങ വേറൊന്നിനുള്ള ചമ്മന്തിയും കൂടി അരച്ചു കൊടുത്ത് വിടാന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ ഗോതമ്പിന്റെ ദോശ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് തലേ ദിവസം റെഡിമെയ്ഡ് ചപ്പാത്തിയോട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന്. അതിന്റെ സൈഡിൽ കൂടെ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചായയൊക്കെ തിളപ്പിക്കാനാണ്. അമ്നും കൂടെ എഴുന്നേറ്റിട്ടുണ്ടായിട്ട്. അല്ലെങ്കിൽ അതെനിക്ക് ഇങ്ങനെ ധൃതി പിടിച്ച് പണിയുള്ള ദിവസങ്ങളിൽ ഇവരെന്തായാലും എനിക്ക് നേരത്തെ ആൾക്ക് പാടില്ല, ചെറുതായിട്ട് കോൾഡൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അംഗനവാടിയിൽ വിടുന്നില്ല. കോൾഡൊക്കെ ഉള്ള സമയത്ത് അമ്നുവിന് കുറച്ച് വാശി കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പൊ എന്റെ മുട്ടക്കറിയും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പയറുകറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പയറുകറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ചപ്പാത്തി ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം എളുപ്പമായി. അപ്പോൾ ധൃതി പിടിച്ചുള്ള പണിയായതുകൊണ്ട് തന്നെ അവസാന ഘട്ടമൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചേട്ടന് ചോറൊക്കെ കൊടുത്ത് പറഞ്ഞ് ഞാൻ വിട്ടും. എന്നിട്ട് അതിൻ്റെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ഈ മണി പ്ലാന്റിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മണി പ്ലാന്റിന്റെ വെള്ളം മാറ്റേണ്ട ദിവസമായിരുന്നു. എൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ കടുക് പൊട്ടിത്തെറിക്കണതും എണ്ണ പൊട്ടിത്തെറിക്കണതും ഒക്കെ ഇതിൻ്റെ മേലോട്ടാണ്. അപ്പം ഞാൻ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ മണി പ്ലാന്റിനെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് കുറച്ച് കൂടുതൽ പണിയുള്ള ദിവസമാണ്. കാരണം ഞാൻ കുറേ പണികളൊക്കെ പെൻഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. വേറൊന്നല്ല, എനിക്ക് ഈ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ തുണി മടക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ആ തുണിയൊക്കെ ഇന്ന് മടക്കി വെക്കണമെങ്കിൽ ഇതേ ചേട്ടൻ പോയിൻ്റെ പുറകെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടാ. നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. അപ്പോൾ അവൻ എഴുന്നേക്കണേന് മുമ്പ് തന്നെ ഈ തുണികളൊക്കെ മടക്കി വെക്കണം. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.